കുഴപ്പമില്ല. ഒരു കൊച്ചു ചിത്രം, കുഴപ്പമൊന്നും ചെറിയൊരു കഥ നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. ആസിഫലി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അവസാനം കരഞ്ഞു പിന്നെ നമ്മൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് കരഞ്ഞു പോകുന്നൊരു സീനൊക്കെ നന്നായിട്ട് എല്ലാ ഫാമിലിക്കും നന്നായിട്ട് ഫീൽ ചെയ്യുന്നൊരു ഫിലിമാണ്. നല്ല പടമായിരുന്നു. നല്ലൊരു ഫാമിലി എൻ്റർടൈനർ മൂവിയാണ്. എല്ലാവർക്കും ഫാമിലിയോട് കാണാൻ പറ്റിയ ബോയ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു പേരൻറ്റിങ്, കുട്ടികളുള്ള ഏതൊരു അച്ഛനും അമ്മയ്ക്കും പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ലുക്കുള്ള പടമാണ്. ഫീൽ ഗുഡ് മൂവിയാണ്. മൊത്തം എല്ലാ ഏജ് ഗ്രൂപ്പിനും ഓഡിയൻസിനും പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. സൂപ്പർ പടമാണ്. ഒരു ഫാമിലിയൊക്കെ ഇഷ്ടപ്പെടുന്ന പടമാണ്. ആസിഫിക്കായും ആ ചിപ്പും ഒക്കെ അടിപൊളി അഭിനയമാണ്. അടിപൊളി അഭിനയം. കരഞ്ഞു പോകും, സീനൊക്കെ കണ്ട കരഞ്ഞു പോകും. ഏതായാലും പിന്നെ നല്ലൊരു വിജയം ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ്. താങ്ക് യു. എങ്ങനെ പെർഫോമൻസ് എല്ലാവരും നന്നായിട്ട്, അതായത് പിന്നെ നമുക്ക് അവസാനം പിന്നെ നമ്മൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് കരഞ്ഞു പോകുന്നൊരു സീനൊക്കെ നന്നായിട്ട് എല്ലാ ഫാമിലിക്കും നന്നായിട്ട് ഫീൽ ചെയ്യുന്നൊരു ഫിലിമാണ്. ക്യാരക്ടർ നന്നായിട്ടുണ്ട്. ആസിഫ് അലി ഇടുക്കി തകർന്ന് നല്ല കുട്ടിയായിട്ട് നല്ല അഭിനയിച്ചു. സൂപ്പർ ഉഗ്ര പെർഫോമൻസ്. സൂപ്പർ നല്ല കരഞ്ഞിട്ട് ഇറങ്ങും. നല്ല രസമായിട്ട് നല്ല പടമായിരുന്നു. നല്ലൊരു ഫാമിലി എൻ്റർടൈനർ മൂവിയാണ്. എല്ലാവർക്കും ഫാമിലിയോട് കാണാൻ പറ്റിയ ബോയ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ഗുഡ് മൂവി ആൻഡ് ഹോപ്പ് ഇറ്റ് ബിക്കം സക്സസ്ഫുൾ. വെരി നൈസ്. എല്ലാവരും ആ പയ്യൻ, പിന്നെ ആസിഫ് അലി ഒബ്വിയസ്ലി അറിയാമല്ലോ. പിന്നെ ക്യാമറ വർക്ക് നന്നായിരുന്നു, ലൊക്കേഷനൊക്കെ നന്നായിട്ടായിരുന്നു. ഫീൽ ഗുഡ് മൂവി. നമ്മൾ ഫാമിലിയായിട്ട് പോയി പിള്ളേർക്കൊക്കെ കാണിക്കാൻ പറ്റിയ പടമാണ്. ഒരു മെസ്സേജും കൊടുക്കുന്നുണ്ട് പാരൻസിന്, എങ്ങനെ പിള്ളേരെ വളർത്തണം എന്നുള്ളത്. നല്ല നൈസായിട്ട് ആസിഫിയും നമ്മളെ കൊച്ചും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നല്ല ക്യാമറ, BGM ഒക്കെ സൂപ്പറായിട്ട് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. സൂപ്പർ, പറയാനില്ലല്ലോ, അടിപൊളിയാണ്. ഓ നല്ല നൈസ്, നല്ലൊരു ഫീൽ ടച്ചാണ്. അടിപൊളിയാണ് പടം. അടുത്ത കാലത്തായിട്ട് നമുക്കറിയാം, നമ്മുടെ ആസിഫ് അലിയുടെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. നമുക്ക് വളരെ സാധാരണക്കാരനായി, അല്ലെങ്കിൽ നമ്മളെ ഒരു ഹാർട്ട് ടച്ചിങ് ആക്ടിങ് രീതി എന്ന് വേണമെങ്കിൽ പറയാം. ഇമോഷണലി വളരെ കണക്റ്റ് ആവുന്ന ഒരു പ്രത്യേകതര അഭിനയമാണ് ആസിഫ് അലിയുടെ. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്ത് കൂടെ അഭിനയിച്ച കുട്ടി ഓർഹൻ എന്ന് പറയുന്ന കുട്ടി ശരിക്കും ഇമോഷൻ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യുന്ന ഒരു ഫീൽ. ആ ഒരു ക്യാരക്ടർ ഡൗൺ ആയി പോയ സിനിമ ഭയങ്കര, കാരണം ഈ ഒരു കുട്ടിയെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ്, ആ സ്വഭാവത്തെ കോൺസെൻട്രേറ്റ് ആണ് സിനിമ പോകുന്നത്. അത് ഈ കുട്ടി ശരിക്കും ആസിഫ് അലിയുടെ കൂടെ തന്നെ പെർഫോം ചെയ്തിട്ട് ഞെട്ടിച്ചിരിക്കുകയാണ്. നല്ലൊരു പേരൻറ്റിങ്, കുട്ടികളുള്ള ഏതൊരു അച്ഛനും അമ്മയ്ക്കും പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു. ആസിഫിക്ക അടിപൊളിയായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഫുള്ള് സിനിമയിലുടനീളം ആസിഫിക്കായും ഒർഹാനും അടിപൊളിയായിരുന്നു. നല്ലൊരു മാച്ചിങ് ആയിരുന്നു. ഒരു പേരൻറ്റിങ് ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് കുറച്ചുകൂടെ ആവണമെന്ന് തോന്നി. അതെ വലിയത്. അത് സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. അതൊക്കെ നല്ല ഗംഭീരമായിട്ടും ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഭയങ്കര ഫീലായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് നല്ല സിനിമയായിരുന്നു. മൊത്തത്തിൽ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും അത് ട്രേഡ് മാർക്ക് സെറ്റ് ചെയ്യുന്നതാണ്. ഗോവിന്ദ് വസന്ത മ്യൂസിക് ഒരു ട്രേഡ് മാർക്ക്, മലയാളത്തിൽ ട്രേഡ് മാർക്ക് സെറ്റ് ചെയ്യുന്നതാണ്. ആസിഫ് അലിയുടെ പെർഫോമൻസ് ആണെങ്കിലും യങ് സ്റ്റാറായ ജപ്പു ഒർഹാനും വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ UAE ഷൂട്ട് ചെയ്തുകൊണ്ട് പടത്തിന് മൊത്തത്തിലായിട്ട് ഒരു ഫ്രഷ് ഫീലിംഗ് ഉണ്ട്. മൊത്തത്തിൽ UAE ഷൂട്ട് ചെയ്തുകൊണ്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ലുക്കുള്ള പടമാണ്. ഫീൽ ഗുഡ് മൂവിയാണ്. മൊത്തം എല്ലാ ഏജ് ഗ്രൂപ്പിനും ഓഡിയൻസിനും പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഫാമിലി പടം അങ്ങനെ വേണം പറയാം. പിന്നെ ഇതിൽ മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ആസിഫ് അലി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ദീപക് പറമ്പോളും. ഇവർ രണ്ടുപേരാണ് മെയിനായിട്ട് ക്യാരക്ടർ ചെയ്തേക്കണത്. പിന്നെ ഇതിൽ ഇവരുടെ വൈഫൊക്കെ ദീപക് പറമ്പോളിൻ്റെ വൈഫായിട്ട് എനിക്ക് പേര് കൃത്യമായിട്ട് പറഞ്ഞില്ല, എന്തായാലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കൂടാണ്ട് ഒരു കൊച്ചുണ്ട്, ഒരു ജഫ്രോൺ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ഈ പടത്തിലുണ്ട്. ആ കൊച്ചു നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് കയറാവുന്ന ഒരു പടമാണ് സർക്കിട്ട്. കൊള്ളാം. അമ്മയോട് മാത്രമായിരിക്കത്തില്ലല്ലോ. നല്ല അടിപൊളി ഒരു മൂവി. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. നല്ലൊരു ചെറിയ ഫാമിലി മൂവി. കുഴപ്പമില്ല. ഒരു കൊച്ചു ചിത്രം, കുഴപ്പമൊന്നും ചെറിയൊരു കഥ നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. ആസിഫലി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ചെറിയൊരു കഥ, ഒരു ഗൾഫ് ബേസ്ഡ് ഒരു കഥ നടക്കുന്നത്. കാരണം പഴയ താര സമീൻബർ ഒക്കെ പോലെ അതിൻ്റെ ഒരു മോഡലാണ്.
കുഴപ്പമില്ല, നല്ല പടം. ആസിഫ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, വൺ ടൈപ്പ് വാച്ചുണ്ട്, കുഴപ്പമില്ല. ഗോവിന്ദ് വസന്തയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതായത് സിനിമയുടെ ആ ഇമോഷൻ എലിവേറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ ആ മ്യൂസിക്കൽ സ്കോറും പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് സംഗീത് പ്രതാപാണ്. ഇങ്ങനെ നല്ല ടെക്നിക്കൽ ക്വാളിറ്റിയുള്ള ഇമോഷണലി വളരെ ടച്ചിങ് ആയ മറ്റൊരു ആസിഫ് അലി ചിത്രമായിട്ടാണ് സർക്കിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആസിഫ് അലി ചിത്രങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക്, അതുപോലെ ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ള ഫാമിലി ഡ്രാമ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ടിക്കറ്റ് എടുത്ത് ധൈര്യമായിട്ട് കാണാവുന്ന സിനിമയാണ് സർക്കിട്ട്. ഒരു ഇമോഷണൽ ഫാമിലി ഡ്രാമ എന്ന ആ ഒരു ജോണറിനോട് കംപ്ലീറ്റ്ലി നീതി പുലർത്തിയ ഒരു മൂവിയായിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്.